ഹായ് ഓൾ, എമ്പുരാൻ്റെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞതാണ്. രാത്രി വന്നപ്പോൾ ശരിക്കും പെട്ടെന്ന് സർപ്രൈസ് ആയിപ്പോയി. എന്തായാലും നമുക്ക് ട്രെയിലർ കണ്ടിട്ട് വരാം. എൻ്റെ മക്കളല്ല എൻ്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണ്? അവരാണ് എൻ്റെ മക്കൾ. പി കെ രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടിയെയും ഈ സംസ്ഥാനത്തിനെയും നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. രാജനീതി एक धंधा है हमारे देश में. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ये दया दिखाने के लायक ही नहीं होती. पर शुरू से वो एक के नाम से डरते थे. ഈ ഡ്രഗ് കാർട്ടൽസ്, ജിഹാദി ഗ്രൂപ്പ്സ് ഇവരെല്ലാം ജനറലി കേക്കെതിരാണ്. സ്റ്റീഫൻ പെരിസിന. Ma'am, you are going live. 5, 4, 3. उसकी आंखें सब देख रही है. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ്, തമോഗോളങ്ങളുടെ എമ്പുരാൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻവി അല്ലാതെ ഇനി ലോകത്തെ രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ അങ്കിൾ. പണ്ടെപ്പോഴോ കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്നു ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തതെന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. Face the world around. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? Because the enemy of an enemy is a friend. Zaid Masood. We have to end this war. So Stephen, come back. Save your land. Save God's own country. But answer this one question. Who are you really? Lucifer. സൂപ്പർ ട്രെയിലർ. 3 മിനിറ്റ് 51 സെക്കൻഡാണ് ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ വന്നിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അവർ ഈ ട്രെയിലറിൽ തന്നെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ട്രെയിലറിൽ ഇത്രയാണുള്ളതെങ്കിൽ സിനിമയിൽ ഇനി ഇതൊക്കെ ഇലാബറേറ്റ് ചെയ്ത് വരുമ്പോൾ ശരിക്കും ഇന്ത്യൻ സിനിമ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സിനിമയായിരിക്കും ഇതൊന്ന് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. പിക്ചർ ക്വാളിറ്റിയൊക്കെ വേറെ ലെവലാണ് മക്കളെ, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മാർച്ച് 27-നാണ് ഇത് റിലീസ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. മാർച്ച് 27 വരെ കാത്തിരിക്കാൻ പറ്റുമോ എന്ന് തന്നെ അറിയത്തില്ല. ട്രെയിലർ കണ്ടിട്ട് ആ ഒരവസ്ഥയാണ്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ അല്ലേ, അതാണ് ശരിക്കും ട്രെയിലർ കണ്ടിട്ട് പറയാനുള്ളത്. സയ്യിദ് മസൂദിൻ്റെ കഥയാണ് ഇതിൽ കൂടുതൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. പിന്നെ പി കെ രാംദാസിൻ്റെ മകനായി ടോവിനോ തോമസ് എത്തിയിട്ടുണ്ട്. മൂന്നാമതൊരു പാർട്ടി കൂടിയൊക്കെ രൂപപ്പെട്ട് അതിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും സിനിമ വരുന്നത് വരെ കാത്തിരിക്കാം. അപ്പോൾ മാർച്ച് 27-ന് തിയേറ്ററിലെത്തി നേരിട്ട് കണ്ട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്തായാലും മാർച്ച് 27 വരെ കാത്തിരിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.